ഈ സ്റ്റെപ്പിലൂടെ കയറി നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂള് എത്താവുന്നതാണ്. ഈ ഡ്രൈ ആയി കിടക്കുന്ന ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അവസ്ഥ ഒന്ന് കാണുക. ഇതിന് ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ്. ഇതിൽ മറ്റാർക്കും പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഇത് മാറ്റിയെടുക്കുവാൻ നാം ഒരുമിച്ചേ പറ്റൂ. നോക്കുക, എത്ര അധികം സ്ഥലമാണ് നമ്മൾ ഇവിടെ നശിപ്പിച്ച് കളയുന്നത്. ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഈ സ്ഥലം മുഴുവൻ. നോക്കുക, എത്രയോ ഭംഗിയുള്ള ഈ സ്ഥലങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു രോഷവും ഉണ്ടാകുന്നില്ലെങ്കിൽ, ഇതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, വരും കാലങ്ങളിൽ ലോകം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ തുടരാനാണ് ഭാവമെങ്കിൽ തീർച്ചയായും നമ്മളെ രക്ഷിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. ഈ നാടിനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. നാം തന്നെ വേണം ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത്. ആരെയും കുറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതും ഇതിനാവശ്യമായ ഒരു ബോധം ജനങ്ങളിൽ എത്തിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പുരാതന കാലം മുതൽ തന്നെ ഒരു നാഗരിക സംസ്കാരമുള്ള എല്ലാവരും, എല്ലാ സമൂഹത്തിലും ഈ സ്വിമ്മിംഗ് പൂള് അത് പ്രകൃതിജന്യമായി ലഭ്യമല്ലാത്ത എല്ലായിടത്തും ഭരണാധികാരികൾ സ്വിമ്മിംഗ് പൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ 10 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതാണ്. നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ പോലും സംരക്ഷിക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. ഇവിടുത്തെ ടൈലുകളെല്ലാം നശിച്ചിരിക്കുകയാണ്. ടൈലുകളൊക്കെ നശിച്ചിരിക്കുകയാണ്. ആ പുല്ല് പറിക്കാൻ ശ്രമിച്ചപ്പോൾ ടൈലൊക്കെ ഇങ്ങനെ ഇളക്കി വരിക. അതുപോലെ നശിച്ചിരിക്കുകയാണ്. ആരോ 6 അടിച്ച പോളാം. അല്ല, ഇത് എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്? ഇതിന്റെ കാരണക്കാരാരാണെങ്കിലും ഇതിന്റെ ജനങ്ങൾ തന്നെയല്ലേ ഉത്തരവാദികളായിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം. കാര്യം ഇത് നമുക്ക് താല്പര്യമില്ലായ്മ കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപമായിരുന്നു. ഇത് എന്നാണ് ഏകദേശം എത്ര വർഷത്തോളം നന്നായി ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്? 1 വർഷം എങ്കിലും ഇത് നന്നായി ഫംഗ്ഷൻ ചെയ്തിരുന്നു? എന്തായാലും 2 വർഷത്തിൽ കൂടുതൽ ഒരിക്കലും നടന്നിട്ടില്ല. പിന്നെ എനിക്കൊന്ന് ലോകത്തിൽ ആദ്യം ഏറ്റവും കൂടുതൽ സ്വിമ്മിംഗ് പൂളിൽ വീണ്ടും മരിച്ചിട്ടുള്ള ഒരു സ്ഥലം ഇത് തന്നെ. 1000 അടിയിൽപ്പെട്ട് സ്വിമ്മിംഗ് പൂളിൽ മരിച്ചിട്ടുള്ള ഏതൊരു സ്വിമ്മിംഗ് പൂളിൽ മാത്രമായിരുന്നു.
My dear brothers and sisters of Alleppey, have you all seen this? How can you run away from this responsibility? Or are we thinking it's not ours? If you run away from this and say you don't have time for this, then who will have time and energy for this? You may read this or see this clip and slip into your own world. But don't forget about our coming generation. They want to live here as we are living. Please don't close your heart and eyes. Nature is our mother. We need to protect it at any cost. Alleppey is our pride and proud. Wake up, Alappuzha. Team Alleppey, build up and take care of Alleppey.